ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുകയാണ്. മാനവ ചരിത്രത്തിലെ മഹത്തായതും വിസ്മയഭരിതവുമായ ഒരു ശാസ്ത്ര നേട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. 1969 ജൂലൈ 20 അമേരിക്കയുടെ അപ്പോളോ 11 പേടകത്തിൽ നീൽ ആംസ്ട്രോങ്, ബസ് ഓൾഡ്രിൻ എന്നീ ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ ഇറങ്ങി. ഇന്ത്യയിൽ അപ്പോൾ ജൂലൈ 21 പുലർച്ചെയായതിനാൽ നാം ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കും. സീ ഓഫ് ട്രാൻക്വിലിറ്റി അഥവാ പ്രശാന്തിയുടെ കടൽ എന്ന് വിളിക്കപ്പെടുന്ന ചന്ദ്രന്റെ ഈ പ്രദേശത്താണ് അവർ ആദ്യമായി കാലുകുത്തിയത്. ഭൂമിക്കപ്പുറമുള്ള ബഹിരാകാശ പര്യവേഷണത്തിന് പുതിയ വഴികൾ തുറന്ന ഈ ദൗത്യം മനുഷ്യന്റെ ധൈര്യത്തിന്റെയും ശാസ്ത്ര പുരോഗതിയുടെയും പ്രതീകമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ചന്ദ്രനെ നോക്കി സ്വപ്നം കണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് ചന്ദ്രനിൽ തന്റെ കാൽവെപ്പുകൾ പതിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ അപ്പോളോ 11 ദൗത്യത്തിലൂടെ നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. അദ്ദേഹത്തോടൊപ്പം എഡ്വിൻ ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ നടന്നു. അതോടൊപ്പം മൈക്കൽ കൊളിൻസ് ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്ന കമാൻഡ് മൊഡ്യൂളിൽ തുടർന്നു. ഇത് ലോക ചരിത്രത്തിലെ തന്നെ ശാസ്ത്ര നേട്ടങ്ങളിൽ ഒന്നാണ്. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചേർന്ന് ചന്ദ്രനിലെ മണ്ണും പാറകളും ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ചന്ദ്രോപരിതലത്തിന്റെ ചിത്രങ്ങൾ എടുത്ത് പഠനത്തിനായി രേഖപ്പെടുത്തി. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യമായി അളക്കാൻ ലേസർ പ്രതിഫലന ഉപകരണം അഥവാ ലേസർ റിഫ്ലക്ടർ സ്ഥാപിച്ചു. ചന്ദ്രനിലെ ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കാൻ ശാസ്ത്രീയ ഉപകരണങ്ങളും സ്ഥാപിച്ചു. കൂടാതെ സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡിലെ കണങ്ങളെ ശേഖരിക്കുന്ന പരീക്ഷണവും നടത്തി. ഇന്ത്യയും ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിൽ വലിയ നേട്ടം കൈവരിച്ചു. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ ദൗത്യത്തിലൂടെ ജലത്തിന്റെ സാന്നിധ്യം, ചന്ദ്രന്റെ ഉപരിതലം, മറ്റു ശാസ്ത്രീയ വിവരങ്ങൾ കണ്ടെത്തുവാൻ ഇന്ത്യക്ക് സാധിച്ചു. ചന്ദ്രയാൻ 3 എന്ന ദൗത്യം വിജയകരമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്ത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ലോകത്തിന്റെ പ്രശംസ നേടുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ചന്ദ്രനെ കുറിച്ചുള്ള ഇത്തരം പഠനങ്ങൾ ഭാവിയിലെ ബഹിരാകാശ ഗവേഷണങ്ങൾക്കും മനുഷ്യന്റെ പുതിയ കണ്ടെത്തലുകൾക്കും വഴിയൊരുക്കുകയാണ്. ഇന്ന് ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ വെള്ളം, ധാതുക്കൾ, ഭാവിയിൽ മനുഷ്യന് ചന്ദ്രനിൽ താമസിക്കാനാകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ശാസ്ത്ര പരീക്ഷണത്തിനപ്പുറം മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു അത്. ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്താനും പുതിയ തലമുറയ്ക്ക് പ്രപഞ്ച പഠനത്തിൽ താല്പര്യം ജനിപ്പിക്കാനും ഈ ദിനാചരണം നമ്മെ സഹായിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ദിവസത്തിന് പ്രാധാന്യമേറെയാണ്. ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, പക്ഷേ മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടമാണ്. നീൽ ആംസ്ട്രോങ്. The moon reminds us that no dream is too far when we dare to explore. Today, we not only celebrate a historic journey to the moon, but also the spirit of curiosity, innovation, and determination. May every child be inspired to dream big, learn fearlessly, and shape a brighter future.